ഇവര് മുറിക്കകത്തേറി ആർക്കെങ്കിലും ഫോൺ ചെയ്യായിരിക്കും. അങ്ങോട്ട് ചെല്ലാം. ഇതെന്റെ വീട്, എന്റെ മുറി, ഇതെന്റെ ഫോൺ. ഞാനാ ഇവിടുത്തെ അധികാരി. എന്നോടിത് ചെയ്യണമെങ്കിൽ നീ ആരായിരിക്കൂടി? നിന്നെ ഞാനൊന്ന് കൊല്ലോടി, കൊല്ലും. സുജേ, സുജേ, മോൻ എന്താ ഈ തെരയുന്നത്? എന്താ പോനെ? എനിക്ക് സത്യം പറഞ്ഞ ശീലം മാത്രമല്ല, എന്റെ ഈ അന്വേഷണത്തിന് അമ്മാവന്റെ സഹായം കൂടി ആവശ്യമുണ്ട്. കുറുപ്പമാവ, ഞാൻ അന്വേഷിക്കുന്നത്. അല്ല, നിന്റെ അമ്മായിമ്മ പഴയതുപോലെ ആഹാരത്തോട് നിർബന്ധമൊന്നും കാണിക്കുന്നില്ലല്ലോ. അല്ല, പച്ചക്കറി ആണെങ്കിലും ഇപ്പൊ കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പൊ പഴയതുപോലെ ഇവിടെ ചെലവാവില്ലെന്ന് അവർക്കറിയാം. അതാ ആ വക വേലയൊന്നും ഇവിടെ ഇറക്കാത്തത്. എടീ, കഴിഞ്ഞ ദിവസം നിന്റെ അമ്മായിയമ്മ ഇവിടെ പാടി നടക്കണുണ്ടല്ലോ. പണ്ടെന്നായിയുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. അതെന്റെ അമ്മായിയച്ഛന്റെ ഓട്ടം തുള്ളല് കണ്ടുപിടിച്ചതാ. ആ മനുഷ്യനെ ഇവരെന്തോരം ഒട്ട് തുള്ളിച്ചു കാണും. കല്യാണ സൗഗന്ധികമൊന്നും പറിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. വല്ല കോഴിക്കോ പോത്തിനോ വേണ്ടി ഓടിച്ചിട്ടുണ്ടാവും. വരുന്നുണ്ട്, വിഷയം മാറ്റിക്കോ. വിഷം മേടിച്ച് തിന്നാനാണെങ്കിലും ഒരു 100 രൂപ കാശ് കയ്യിൽ വേണ്ടേ? ഉള്ളതെല്ലാം പുട്ടടിച്ചു. ഭരിക്കാൻ 100,000 വഴികൾ വേറെയുണ്ട്. ഞാൻ അതൊക്കെ ആലോചിച്ചതാ. പക്ഷേ പല പലതരം പ്രശ്നങ്ങളാ. അറബിക്കടലിൽ ചാടി ചാവാന്ന് വിചാരിച്ച്. അയ്യോ എന്റെ ദൈവമേ, ശ്വാസം മുട്ടത്തില്ലേ? അല്ല, എന്നാ പിന്നെ ആരോടെങ്കിലും കടം വാങ്ങി വല്ല നഞ്ചോ നാരങ്ങയോ വാങ്ങിച്ച് തിന്നാന്ന് കരുതി. അപ്പോഴും ഒരു പ്രശ്നം. എന്ത് പ്രശ്നം? എനിക്ക് ഇതൊക്കെ തിന്നാലേ മനം പരക്കും. ഫലത്തില് മരിക്കാനൊരു ഉദ്ദേശമില്ല. അയ്യടാ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നല്ല ഒന്നാം തരം ഒരു ജന്മം ദൈവം എനിക്ക് തന്നു. ആ ദൈവത്തെ നാണം കെടുത്തുന്ന പരിപാടി ഒന്നും ഈ കൊച്ചമ്മഴി ചെയ്യത്തില്ല. അല്ല, നിന്റെ കെട്ടിയനെന്തേടി? ഞാൻ എന്റെ കഷ്ടകാലത്തിന് പറ്റ അസുരവിത്ത്. ജോലിക്ക് പോയെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഓ,
അവനെയും വർമ്മസാറിന്റെ വീട്ടിലേക്ക് നടക്കടിച്ച കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അളിയൻ വർമ്മസാറിന്റെ പിയെ, പുളിയൻ വർമ്മസാറിന്റെ പെങ്ങടെ പിയെ. ആ, ഈ വീടിന് വേറൊരു വീട്ടുപേരാ ഇടേണ്ടത്, പിയെ ഹൗസ്. നിങ്ങക്ക് എന്തു പറ്റി? ചെവിയില് ചെമ്പരത്തിപ്പൂ വെക്കാറായോ? ചെവിയിൽ അങ്ങനെയല്ല. തനിക്കിത് എന്ത് പറ്റിയോടോ? കൈ വരയ്ക്കുന്നുണ്ടല്ലോ. വെള്ളോടി കൂടുതലാ അല്ലേ? ഇല്ല മേഡം. എവിടെ യക്ഷിയാ യക്ഷി, കള്ളിയങ്ങോട്ട് നീലി. എന്റെ ചോര കുടിക്കോ ദൈവമേ? ഉറങ്ങാനുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, ഉറങ്ങട്ടെ. രാത്രി ആഹാരത്തിന് ശേഷം ഇതിന്നൊരു ടാബ്ലറ്റ് കൊടുക്കണം. ഒരാഴ്ച ഇങ്ങനെ പോട്ടെ, മാറിക്കോളും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ.